കോട്ടയത്ത് ഇന്ന് ഒരുപാട് ടെസ്റ്റുകൾ സംഭവിച്ച ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് എരുമേലിയിൽ നടന്നു, പാല നിയോജക മണ്ഡലത്തിലെ കരൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു, മാത്രമല്ല കുമരകത്ത് വലിയ ടെസ്റ്റ് ഉണ്ടായി. എന്താണ് ഇന്ന് കോട്ടയം ജില്ലയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ടെസ്റ്റുകൾ? അജി സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ ട്വിസ്റ്റുകൾ ഉണ്ടായ ജില്ലയാണ് കോട്ടയം. പ്രത്യേകിച്ച് കുമരകം പഞ്ചായത്തിലാണ് അത്തരം ഒരു വലിയ അട്ടിമറി ഉണ്ടായത്. പരമ്പരാഗതമായി LDF ഭരിച്ചിരുന്ന കുമരകം പഞ്ചായത്ത് LDFന് നഷ്ടമായി. അവിടെ കോൺഗ്രസും BJPയും കൈകോർത്ത് UDF സ്വതന്ത്രനെ പ്രസിഡന്റ് തെരഞ്ഞെടുത്തു. UDF സ്വതന്ത്രനായ VP ഗോപിയാണ് പ്രസിഡന്റ് ആയത്. ഇത് സംബന്ധിച്ച് UDFന്റെയും BJPയുടെയും ആവശ്യത്തെ കൂട്ടുകൊണ്ടെന്നുള്ള പ്രതികരണമാണ് CPM നേതൃത്വം നടത്തിയത്. ഉച്ചകഴിഞ്ഞ് നടത്തുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM അംഗം വിജയിച്ചു. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ട്വിസ്റ്റുകൾ ഉണ്ടായ ചില നറുക്കെടുപ്പുകളിലൂടെയൊക്കെയുള്ള വിജയങ്ങളാണ്. പ്രത്യേകിച്ച് 3 പതിറ്റാണ്ടായി LDF ഭരിച്ചിരുന്ന കറുകച്ചാൽ പഞ്ചായത്ത് LDFന് നഷ്ടമായി. കോൺഗ്രസിലെ മാത്യു ജോൺ നറുക്കെടുപ്പിലൂടെ അവിടെ വിജയിച്ചു. ഭരണങ്ങാനം പഞ്ചായത്ത് ഭരണം LDFന് ലഭിച്ചു. കേരള കോൺഗ്രസ് സംഘമാണ് അവിടെ വിജയിച്ചത്. കേരള കോൺഗ്രസ് സംഘവും നറുക്കെടുപ്പിലൂടെ വിജയിച്ചു. മരിങ്ങാട്ടുപള്ളിയിൽ UDF വിജയിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഗ്രേസിക്കുട്ടി എബ്രഹാമാണ് അവിടെ ജയിച്ചത്. അതോടൊപ്പം തന്നെ കരൂർ പഞ്ചായത്തിൽ UDF സ്വതന്ത്രനെ മറുകണ്ഠം ചാടിച്ച് LDF ഭരണം പിടിക്കുകയായിരുന്നു. UDFന് സ്വതന്ത്രന് ഉൾപ്പെടെ 9 അംഗങ്ങൾ ഉണ്ടായിരുന്നു. LDFന് 8 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം വരെ സത്യപ്രതിജ്ഞയ്ക്ക് വരെ ഒപ്പം നിന്നിരുന്ന വ്യക്തിയാണ് ഇന്ന് രാവിലെ മറുകണ്ഠം ചാടി സ്വതന്ത്രനായി അപ്പുറത്ത് LDFിലെത്തി അവരുടെ പ്രസിഡന്റ് ആയത്. വർഷങ്ങളായി UDFന് ഭരണം നഷ്ടമായിരിക്കുന്ന പഞ്ചായത്തായിരുന്നു കരൂർ പഞ്ചായത്ത്. ഇത്തവണ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ വളരെ പ്രതീക്ഷയോടെ അവർ ഭരണം പിടിക്കാമെന്നുള്ള ഇടപെടലുകൾ നടത്തുകയും അത്തരത്തിലുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായത്. മൂന്നിലവിൽ UDF ഒരു നീക്കം നടത്തി. CPI സ്വതന്ത്രയെ അടർത്തി മാറ്റി UDFനൊപ്പം നിർത്തി അവിടെ ഭരണം പിടിക്കാനുള്ള നീക്കം നടന്നു. അപ്പോൾ മൂന്നിലവിലെ മറ്റൊരു UDF സ്വതന്ത്രൻ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ജയിച്ച ഒരു UDF സ്വതന്ത്രൻ LDFന് വോട്ട് ചെയ്തു. അങ്ങനെ ഇരു വിഭാഗത്തിനും തുല്യത വന്നതോടുകൂടി ടോസ് LDFന് അനുകൂലമായി. LDF സ്വതന്ത്രയെ മത്സരിച്ച ഷേർലി രാജുവും വിജയിച്ചു. എരുമേലി പഞ്ചായത്തിൽ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. എരുമേലി പഞ്ചായത്തിൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. UDFന് 13ഓളം സീറ്റുകളുണ്ട്. പക്ഷേ അവിടെ പട്ടികവർഗ സംവരണമാണ് പ്രസിഡന്റ് സ്ഥാനം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങൾ UDFന് ഇല്ലാത്തതാണ് അവരുടെ പ്രതിസന്ധിയായത്. UDF പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. തുടർന്ന് കോറം തികയാത്തതിനെ തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 29ലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത തവണ കൂടി ഇത്തരത്തിൽ സമാനമായ നടപടിക്രമങ്ങളിലൂടെ പോയതിനു ശേഷം LDFന്റെ സ്വതന്ത്രനെ അല്ലെങ്കിൽ മറ്റൊരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളെ മറ്റാരെങ്കിലും സ്വാഭാവികമായും UDFന് പിന്തുണയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയും ചെയ്യും. മറവൻതുരുത്ത് പഞ്ചായത്തിൽ സമാനമായ സാഹചര്യമായിരുന്നു. LDFും UDFും തുല്യരായിരുന്നു. അവിടെ പട്ടിക ജാതി വിഭാഗത്തിലുള്ള ആൾക്കാണ് പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിരുന്നത്. അത് LDFന് അത്തരത്തിൽ പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട അംഗത്തെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തെ അവിടെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തു. എന്തായാലും ശ്രദ്ധേയമായ നീക്കങ്ങൾ നടന്ന പഞ്ചായത്തുകൾ ഒരുപാടുണ്ട് കോട്ടയത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടന്നത് കുമരകത്താണ്. അവിടെ മന്ത്രി VN വാസവന്റെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുമരകം പഞ്ചായത്ത് 5 പതിറ്റാണ്ടിലേറെയായി LDF ഭരിച്ചിരുന്ന CPM നിയന്ത്രണത്തിൽ ഭരണം നടത്തിയിരുന്ന കുമരകം പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമാവുകയും ചെയ്തു. എന്തായാലും അത് വലിയ രാഷ്ട്രീയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരാൻ LDF ഇപ്പോൾ തന്നെ നീക്കം തുടങ്ങിയിട്ടുണ്ട്.